ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ സൂപ്പ് എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെജിറ്റബിൾ സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അതിനായിട്ട് ബീട്രൂട്ട്, ചെറി ടൊമാറ്റോ, പൊട്ടറ്റോ, ക്യാരറ്റ്, ക്യാപ്സിക്കം ആൻഡ് ബേബി കോണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് കുക്കർ വെക്കുക. അതിലോട്ട് കുറച്ച് ഗീ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഫ്ലേവറിനനുസരിച്ച്. അതൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിലോട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് ഒന്ന് നമുക്ക് സോട്ടേ ചെയ്തെടുക്കണം. ഓക്കെ, ഈ പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഫ്ലേവറിന് ഗാർലിക് ആഡ് ചെയ്യാം, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ഒരു വേർഷൻ ഓഫ് സിമ്പിൾ ഈസി സൂപ്പാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് സോട്ടേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബേൺഡ് ഫീലിംഗ് കൂടി വരും. ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് ബേണായ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. നമ്മളത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പോവരുത്. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ അതിലോട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ വെജിറ്റബിളും ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം, ഇവിടെ ഞാനൊരു കപ്പോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എമൗണ്ട് ഓഫ് വെജിറ്റബിളിനനുസരിച്ച് മാറും. അങ്ങനെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി വെട്ടിത്തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക, വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഇവിടുത്തെ ലീഫി വെജിറ്റബിളും കൂടി നമ്മൾ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഞാനിവിടെ ലെറ്റ്യൂസാണ് എടുത്തത്. ലെറ്റ്യൂസോ അതുപോലെ പാലക്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഈ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ പോവും. അപ്പോൾ ലെറ്റ്യൂസ് ആകുമ്പോൾ അതിനൊരു ഫ്ലേവർ തന്നെയുണ്ട്. അപ്പോൾ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെറ്റ്യൂസ് കുറച്ച് കഴിയുമ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ലീഫി വെജിറ്റബിൾ ആകുമ്പോൾ അത് നന്നായിട്ട് നമ്മൾ കഴുകി തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും ഉള്ള വെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്ന് ഒരു മൂന്ന് വിസിലോളം ഞാൻ അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ ചൂടായിട്ടുള്ള നമ്മുടെ സൂപ്പിൻ്റെ മിക്സിലോട്ട് ഞാൻ ഈ ലെറ്റ്യൂസും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടാറുന്നതിനനുസരിച്ച് നമ്മുടെ ലെറ്റ്യൂസും നന്നായിട്ടൊന്ന് ഹാഫ് കുക്കായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഈ സോട്ട് ചെയ്ത് വേവിച്ച് വെച്ച നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അത് ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ തിക്നെസ്, എന്തോരം തിക്നെസ് നമുക്ക് വേണം അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കുക്കറിലോട്ട് തന്നെ വീണ്ടും ഒഴിച്ച് ഒരു തിള വരണ വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ വാവമാർക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. ഒന്നുകൂടി തിള വരുത്തിയതിന് ശേഷം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പനി പിടിച്ചിരിക്കുമ്പോഴും എല്ലാം ഇത് സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. സുഖമായിട്ട് അവരെ ഫീഡും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.